ഞാൻ കൊട്ടക്കാവേലാണ്. ഞാന് 4 മാസം ആയി ഇതില് വന്നിട്ട്. അപ്പം കുറെ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് സെയിൽ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ ഫുള്ള് തന്നെ ഉപയോഗിക്കുന്നത്. നല്ല റിസൾട്ടാണ് എല്ലാത്തിലും. എനിക്ക് കാലുവേദന ഉണ്ടായിരുന്നു. അപ്പൊ നോവേദന ജെല്ലും നോവേദന ക്യാപ്സ്യൂളും ചാമ്പിത്തൈലും ഇതൊക്കെ ഉപയോഗിച്ചപ്പോ നല്ല റിസൾട്ട് കിട്ടി. അപ്പൊ ഞാൻ ഇതിലേക്ക് വന്ന് ഐഡിയടിച്ച് വന്ന് ഇപ്പൊ ബ്രോൺസിലാണ് നിൽക്കുന്നത്. ഇവിടെ എൻ്റെ ഉമ്മാക്ക് വെരിക്കോസ് വെയിനിന്റെ പ്രശ്നങ്ങളായിട്ട് അങ്ങനെ മരുന്ന് വാങ്ങിച്ചു തുടങ്ങിയതാണ് പ്രൊഡക്റ്റ് ഒക്കെ. ആളിപ്പോ 6 മാസം ആയി കഴിക്കുന്നു തുടങ്ങിയിട്ട്. നല്ല റിസൾട്ടാണ്. അപ്പൊ ഉമ്മന്നെയാണ് പറഞ്ഞത് എല്ലാവർക്കും ചെയ്തു കൊടുക്ക്, മരുന്ന് എല്ലാവർക്കും വാങ്ങിക്കൊടുക്ക്, ഒരുപാട് പേരുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഐഡിയ അടിച്ചു തുടങ്ങിയതാണ്. പ്രോഡക്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യമായിട്ട് കുറച്ചൊക്കെ ഉപയോഗിച്ച് ഈ ചാമ്പിത്തൈലാണ് ആദ്യം ഉപയോഗിച്ചത്. അപ്പൊ എനിക്കും എന്റെ കാലിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇപ്പോഴും നിലവിൽ നിൽക്കുന്നുണ്ട്. അതിന് മരുന്നൊന്നും കഴിക്കുന്നൊന്നുമില്ല. പിന്നെ ഭാര്യയുടെ കൈക്ക് തേച്ചിട്ട് അതിന് സുഖം കിട്ടി. അതിനുശേഷം അവരെ വീട്ടില് അവരെ ഉമ്മാക്ക് ഈ എന്താണ് അതിന്റെ പേര്, മരുന്ന് കൊടുത്ത് കാലിന്റെ വേദനയൊക്കെ ആയിട്ട് ചാമ്പിത്തൈലും കവചപ്രാശം നോവേദനയുടെ ഗുളിക ഇതൊക്കെ കൊടുത്ത് എല്ലാവരും വളരെ ഭംഗിയായിട്ട് അത് വിജയം തന്നെയാണ്. ഞാനിപ്പോ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, ഹെർബൽ ഓയില്. അതെനിക്ക് നന്നായിട്ട് ഉപയോഗിച്ച് ഇത് റിസൾട്ട് ഉണ്ട്. കാരണം എനിക്ക് മുടി തൊടാനോ ഒന്നും പറ്റൂല. എന്റെ തലയിൽ താരം പൊടി ഉള്ളതുകൊണ്ട് മുടിയൊന്നും ചീരിട്ടുണ്ട്. അന്നപ്പം തന്നെ കണ്ണ് ഫുള്ള് ഒരു മൂടിക്കെട്ടലും തുമ്മലും ഒക്കെ ആയിട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ ഒരു പ്രശ്നേ ഇല്ല. നല്ലതായിട്ട് എനിക്ക് അത് ഉപയോഗമായിട്ടുണ്ട്. ഹെയർ ഓയിൽ മാത്രമാണോ ഉപയോഗിക്കുന്നത്? ഷാമ്പു ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല, ഷാമ്പു ഉപയോഗിച്ചില്ല, ഹെയർ ഓയിൽ മാത്രം. ഓക്കെ. പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ കുറിച്ച് കുറെ മുന്നേ തന്നെ അറിയാം. 2-3 വർഷം മുന്നേ എനിക്ക് കാലുവേദന വന്നിട്ട് ചാമ്പി തൈലം ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല റിസൾട്ട് ആയിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഉമ്മക്ക് ഊരക്ക് ഒരു വേദന ഉണ്ടായിരുന്നു. ഡിസ്കിന്റെ കംപ്ലൈന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ചാമ്പി തൈലം ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ കാലിന്റെ മുട്ടുവേദനക്ക് നാച്ചിയം പ്രോഡക്റ്റ്, നോവേദന ക്യാപ്സൂള് അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ നല്ല റിസൾട്ട് തന്നെയായിരുന്നു വന്നത്. തീരെ നടക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപയോഗിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോ ഇതിൽ വന്നതിന് ശേഷം വുമൺ കമ്പാനിയൻ പ്രൊഡക്റ്റ് എൻ്റെ ഒരു റിലേറ്റീവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ ആദ്യം ഒരു ബോട്ടിൽ കുടിച്ച് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോ 1 മാസമായി അവർ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 1 മാസത്തിന് ശേഷം ഞാൻ വിളിച്ചു നോക്കിയപ്പം പറഞ്ഞ് നല്ല മാറ്റമുണ്ട്, വന്നിട്ടുണ്ട്. മുഴുവനായിട്ട് മാറിയിട്ടില്ലെങ്കിലും മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ കിടക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ആ സമയത്ത് ഉണ്ടാവാറ്. ഇപ്പോ ഈ മാസം നല്ലതുപോലെ ഒന്ന് റിലാക്സ് ആയിട്ട് കിടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഇതിലേക്ക് ഒന്നും കൂടെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഹസ്ബൻഡ് ആദ്യം ഐഡിയ അടിച്ച സമയത്ത് ഞാൻ വരുന്നില്ല, എനിക്കിത് വിൽക്കാൻ കഴിയില്ല എന്നൊക്കെ ഉള്ള ഒരു രീതിയിലായിരുന്നു ഞാൻ സംസാരിച്ചത്. എനിക്ക് ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോ എന്തായാലും മുന്നോട്ട് നീങ്ങണം എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഉമ്മർസ്ഥാന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ആ പാമ്പിനെ എടുക്കുന്ന സമയത്താണ് എന്റെ കണ്ണിലേക്ക് ഒരു എന്താ പറയാ കയറിന്റെ ഒരു കഷ്ണം തട്ടി മുറിവ് ആയത്. എന്നതിന് ശേഷം ഉമർസ്ഥാദുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞപ്പോ ഉമർസ്ഥാദ് പറഞ്ഞ ഒരു GTS മീറ്റിംഗ് ഉണ്ട്, ഒന്ന് വരണം എന്ന് പറഞ്ഞു. അന്നപ്പോ ഞാൻ പോവുകയും അവിടെ നിന്നാണ് എന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിക്കുമായിരുന്നു. ഐ എനർജി പറഞ്ഞൊരു സാധനമുണ്ട്, അതൊന്ന് പുറ്റിച്ച് നോക്കട്ടെ, നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു പേടിയുമില്ല, കാരണം ഞാൻ ഈ പ്രൊഡക്റ്റ് ഒക്കെ ഞാനിപ്പോ ഇവിടെ GTS മീറ്റിംഗിൽ ഇരുന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്നപ്പോ അത് ഒഴിക്കുകയും പെട്ടെന്ന് അതിന്റെ റിസൾട്ട് കിട്ടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങി പ്രവർത്തനം തുടങ്ങിയത്. സാർ, നിങ്ങൾ നല്ല ഒരു പ്രവർത്തനം, കാരണം സ്നേക്ക് റെസ്ക്യൂ ഒരു പക്ഷേ നിങ്ങൾ എത്രയോ ജീവൻ രക്ഷിച്ചിട്ടുണ്ടാവാം. കാരണം ഒരു വീട്ടിലോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിലോ അപകടകരമായ സാഹചര്യത്തിൽ നമ്മൾ പാമ്പിനെ കാണുന്ന സമയത്ത് അതിനെ രക്ഷപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ വലിയ രീതിയിലുള്ള ഒരു പുണ്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. വെറും ഒരു ജോലിയല്ല. യൂറിക് ആസിഡിന്റെ അസുഖം ഉണ്ടായത്
മാറിപ്പോയിട്ടുണ്ട്. യൂറിഫ്രഷ് കൊടുത്തതിന് ശേഷം അദ്ദേഹം ഇപ്പം മറ്റ് പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയുണ്ട്. ID അടിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം അത് അടിച്ചിട്ടുമില്ല. അതാണ് ഏറ്റവും വലിയൊരു സങ്കടം. പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ പേസ്റ്റ്, അതുപോലെ മഹാഭൃംഗരാജ് ഓയില്, ഇൻഹേലർ, അതൊക്കെ എനിക്ക് വീട്ടിലും നമ്മൾ കൊടുത്ത വ്യക്തികൾക്കും കുഴപ്പമില്ലാത്ത റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ റിസൾട്ടുകൾ കിട്ടിയ സാധനമാണ് ഞാൻ കൂടുതലായിട്ട് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ജലദോഷം, സഹിക്കാൻ വയ്യാത്ത ജലദോഷമായിരുന്നു, ഭയങ്കര പ്രയാസം. അപ്പൊ ഒറ്റ പ്രാവശ്യം നമ്മളെ റോൾ ഇൻഹേലർ ഉപയോഗിച്ചിട്ട് ഇന്ന് ഫുള്ള് ഡ്രൈ ആണ്. അപ്പൊ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഞാൻ ഇന്ന് എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. വല്ലാത്തൊരു അനുഭവം. ഞാൻ രാവിലെ നീട്ടിട്ട് അവളോട് പറഞ്ഞത്, ഞാൻ കൂട്ടി വിളിച്ചു, ഇന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞു. ഹെർബൽ ടൂത്ത് പേസ്റ്റിന്റെ റിസൾട്ട് ആണ്. എന്റെ ഉമ്മാക്ക് ഈ പല്ല് പുളിപ്പുണ്ടായിരുന്നു. അത് രാവിലെ നീക്കുമ്പോ പെട്ടെന്ന് കടിക്കുമ്പോഴൊക്കെ നല്ല പല്ല് പുളിപ്പ് വരും. അപ്പോ ആ ഒരു പ്രശ്നം ഈ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ആ റിസൾട്ട് കേട്ടിട്ട് എന്റെ വലിയ സിസ്റ്ററൊക്കെ ഗൾഫിലേക്കൊക്കെ കൊടുത്തേക്കാനൊക്കെ പറഞ്ഞ് അങ്ങോട്ടൊക്കെ കൊടുത്തേച്ചിട്ടുണ്ട് ആ പേസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു റിസൾട്ട് ഉള്ളത് നമ്മളെ മഹാഭൃംഗരാജ് ഓയിലിന്റെ ആണ്. അതുപോലെ തന്നെ എന്റെ വലിയ സിസ്റ്റർക്ക് അത് അവസാനം ഉപയോഗിച്ചിട്ട് അങ്ങനെ മുടി ഇങ്ങനെ തൊട്ടാൽ തന്നെ പറഞ്ഞു പോന്നിരുന്നു. അവരെ മുടി ഇങ്ങനെ ജസ്റ്റ് പിടിച്ചാൽ തന്നെ പറഞ്ഞു പോന്നിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ള ഓയിലുകളൊന്നും ഉപയോഗിക്കാനും അവർക്ക് പറ്റില്ലായിരുന്നു. മറ്റുള്ള ഓയിൽ ഉപയോഗിച്ചാൽ അപ്പൊ തലവേദന തുടങ്ങും, അങ്ങനൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഓയിൽ ഉപയോഗിച്ചിട്ട് ഇപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു നല്ല കുറവുണ്ട്, നല്ല ഓയിലാണത്. എനിക്ക് അതിന്റെ സ്മെല്ലും ഇതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. സാധാരണ എനിക്ക് ഓയിൽ ഉപയോഗിച്ചാലൊക്കെ തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്, അതൊന്നും ഇല്ല, മുടി കൊഴിച്ചിലൊക്കെ കുറവുണ്ട്, നല്ല റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ വേറൊരു റിസൾട്ട് ഉള്ളത് ഈ ഫെയർനെസ് ക്രീമിന്റെ റിസൾട്ട് ആണ്. എന്റെ ചെറിയ സിസ്റ്റർക്ക് അവർക്ക് ഈ മുഖക്കുരുവിന്റെ പ്രശ്നം, അതുപോലെ തന്നെ അവള് ക്ലാസ്സിന് പോകുന്നുണ്ട്, വെയില് കൊള്ളുന്നുണ്ട്, മുഖം കരിവാളിപ്പും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഇപ്പോ ഫുള്ളായിട്ട് കരിവാളിപ്പൊക്കെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട്, മുഖക്കുരു നല്ല കുറവുണ്ട്. അപ്പോ സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് ഉപയോഗിക്കുന്നത്, എന്താണ് തേക്കണത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നല്ല റിസൾട്ട് ആണ്. എനിക്ക് എല്ലാ ഭാഗവും വേദന കൊണ്ട് എനിക്ക് നടക്കാനോ ഇരിക്കാനോ പറ്റാത്തൊരവസ്ഥയായി. ഹോസ്പിറ്റലിൽ ചെന്ന് തന്നെ തീർച്ചയായിട്ടും അഡ്മിറ്റ് ആക്കും. ആ ഒരു ലെവലിലായിരുന്നു ഞാൻ. അവന് ഈ നോവേദന, പിന്നെ ചാമ്പിത്തൈലം ഇങ്ങനെയുള്ളതൊക്കെ എനിക്ക് തന്ന് ഒരുപാട് മാറ്റം എന്ന് പറഞ്ഞാൽ പറ്റ ശരിയായിട്ടില്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വന്ന്. അങ്ങനെ പിന്നെ ഞാനിത് ഓരോരുത്തർക്ക് കൊടുക്കൽ തുടങ്ങി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ജലദോഷം വരുന്നുണ്ടായി. അത് ഞാന് പിന്നെ ഇത് എന്താണ് നമ്മൾ കവചപ്രാശം ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് നല്ല മാറ്റമുണ്ട്. ഇപ്പൊ ജലദോഷം വരല് ഇപ്പൊ മാറിയാണ്. ഇപ്പൊ അങ്ങനെ പ്രയാസമൊന്നുമില്ല. പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 8-9 മാസമായി. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ സ്റ്റാറ്റസ് കണ്ട് പിന്നെ ചോദിച്ചു വാങ്ങിയതാണ് ഫെയർനെസ് ക്രീമും ഫേസ് വാഷും. മുഖത്ത് നിറച്ച് ഒരു കറുത്ത കുത്ത്, കൂടുതൽ മോക്കൊരു ഉണ്ടായിരുന്നു. തീരെ ഒരു എന്താ പറയാ, എങ്ങോട്ടേലും പോയാലൊന്നും ആരോടും സംസാരിക്കൊന്നുമില്ലേനു. അത്രയും ഒരു മുഖം ഒരു വൃത്തികേടാണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണിച്ച സമയത്ത് കുറച്ചൊരു മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ അത് അതേപോലെ. അപ്പൊ ഈ പ്രൊഡക്റ്റ് ഞാൻ ചോദിച്ച് പിന്നെ അതൊന്ന് ഉപയോഗിച്ചോട്ടെ, ആരോ പറയുന്നിട്ട് ഇങ്ങനെ എലമെന്റ്സിന്റെ നല്ലതാണ്, അങ്ങനെയാണിത് ഉപയോഗിച്ചത്. അപ്പോ നല്ല റിസൾട്ടായി. പിന്നെ അത് ഒരു 3 മാസം കഴിഞ്ഞപ്പോ ചെറിയ മോക്ക് പിന്നെ തുമ്മലിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. തുമ്മലിന്റെ പ്രശ്നമായിട്ട് ഡെയിലി അലർജിന്റെ ഗുളിക കൊടുക്കേണ്ടിന്. 7 മണിയാകുമ്പോഴേക്കും കൊടുക്കണമെന്നെങ്കിൽ രാവിലെ നേരത്തെ എണീക്കും. പിന്നെ അത് കൊടുത്തെടുക്കുമ്പോഴാണ് കവചപ്രാശത്തിന്റെ കേട്ട് അങ്ങനെ അതും കൊടുത്ത് ഇപ്പൊ 2 ആക്കും മാഷാഅള്ളാ ഇപ്പൊ നല്ല മാറ്റമുണ്ട്. എന്റെ മോക്ക് ഈ കഫത്തിന്റെ തകരാറുണ്ടായിട്ടേ പിന്നെ ആദ്യം ഈ മരുന്ന് വാങ്ങി കുടിച്ചപ്പോ നല്ല മാറ്റം ഉണ്ടായി. അതുപോലെ തന്നെ മോനും പിന്നെ ഈ ആണിരോഗം ഉണ്ടായിരുന്നു. കോളേജിലൊക്കെ കാണിച്ച് 2-3 പ്രാവശ്യം കോളേജിൽ കൊണ്ടുപോയി കാണിച്ച് അതൊന്നും ശരിയായിട്ട് പിന്നെ ഈ മരുന്ന് ബോൾഡീലിൻ വാങ്ങി കഴിച്ചിട്ട് പുരട്ടിയിട്ട് മാറ്റം ഉണ്ടായി.